അത്യാവശ്യം ഒരു പടിക്ക് വേണ്ട മരുന്നൊക്കെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അത്യാവശ്യം ഒരു ക്രോഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ കയ്യിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം ക്രോഷയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും പ്രൊഡക്ട്സും അതിന്റെ ഡീറ്റെയിൽസും പിന്നെ അത്യാവശ്യം കുറച്ച് വേണ്ട സ്റ്റിച്ചസും ഞാൻ എല്ലാം വീഡിയോസ് ഷെയർ ചെയ്തിരുന്നു. പിന്നെ പോരാത്തതിന് ഒന്നിച്ചൊരു ലോങ് വീഡിയോ ആയിട്ടും ഡീറ്റെയിൽഡ് ആക്കിയിട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ക്രോഷ്യ വർക്ക് അങ്ങ് ചെയ്താലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോഷ്യ എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതിലൊന്ന് തന്നെയാണ് ടൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ ബാക്ക് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടൂലിപ്പ് ഫ്ലവറിന്റെ വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത സെയിം സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. അതിലും ഒന്നോ രണ്ടോ സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൂടുതലും സിംഗിൾ ക്രോഷ്യ ആണ്. ഇത് ബേസിക്കലി ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം വെച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. പിന്നെ ചെറിയ ചെയിൻ സ്റ്റിച്ച്, ഒരു എം ആർ ഇല്ലാതെ നമുക്ക് ഒരു അമിഗുരുമിയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ലീഫിന്റെ പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ബാക്കി എല്ലായിടത്തും സിംഗിൾ ക്രോഷ്യ മാത്രമുള്ള ഒരു വർക്കാണിത്. പാറ്റേൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ക്രോഷയുടെ ലിമിറ്റേഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നില്ലേ, അതിൽ ഞാൻ പറയാതിരുന്ന ഒരു ചെറിയ ലിമിറ്റേഷൻ ആണ് കേട്ടോ ഇത്. അതെല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്ക് നല്ല രീതിയിലുണ്ട്. നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ പതറലും അതെനിക്ക് ഇച്ചിരി കൂടുതലാണ്. പോരാത്തതിന് ഞാനാണെങ്കിൽ ക്യാമറ വെച്ചേക്കുന്നത് ആനയുടെ തുമ്പിക്കൈ തൂങ്ങിക്കിടക്കുന്നതൊക്കെയാണ് എന്റെ മുന്നിൽ ഈ ട്രൈപോഡ് ഫോൺ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നോക്കിയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഒരു പ്രയാസം തയ്യലിനൊക്കെ. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇതിൽ സ്പീഡിൽ തയ്ക്കുമെന്നേ, സത്യമെന്നേ. നമ്മൾ ക്രോഷയുടെ ടൂൾസ് പരിചയപ്പെടുത്തിയ സമയത്ത് ഈ നീഡിൽസിന്റെ ഒക്കെ യൂസ് എന്താണെന്ന് ചോദിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാന്നേ. ഇതേപോലെ ഹോൾസ് ഒക്കെ അടച്ചു കൊടുക്കുക, യാണൊക്കെ അകത്തേക്ക് പുള്ളി ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അമിഗ്രുമി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പല പല പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഹെഡ് വേറെ, ബോഡി പോർഷൻ വേറെ, ഹാൻഡ് വേറെ, ലെഗ് വേറെ. അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഇതേപോലെയുള്ള യാൺസ്, മിച്ചം വരുന്ന യാൺസ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് ഉള്ളിൽ കയറ്റി വെക്കാനും ഒക്കെയാണ് അതേപോലെയുള്ള നീഡിൽസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടൂലിപ്പ് ഫ്ലവറിന് വേണ്ട ലീഫ്, രണ്ട് ലീഫ് മതി. അത് രണ്ടെണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെയിം സ്റ്റിച്ച് തന്നെ അപ്പുറത്തെ വശത്തൊന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരോട് ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും കുറയ്ക്കണ്ട കേട്ടോ. ഫ്ലവേഴ്സ് ഹാങ് ചെയ്തിടാൻ ഇതേപോലെ നീളത്തിൽ ഒരു ചെയിനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.